കെ സുധാകരൻ കണ്ണൂർ ഉറപ്പിച്ചതോടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ആശ്വാസമാണ്. കെ സുധാകരന് സീറ്റ് നിഷേധിച്ചു എന്ന സൂചന വന്നതോടെ KS ബ്രിഗേഡ് പേരാവൂരിൽ ബാനർ ഉയർത്തുകയും പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് ശേഷം മണ്ഡലത്തിലെത്തിയ സണ്ണി ജോസഫ് റോഡ് ഷോയും കൺവെൻഷനും നടത്തിയാണ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. സിനോജ്, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. കെ സുധാകരൻ വന്നതോടുകൂടി പിണക്കമാറും, KS ബ്രിഗേഡ് ആത്മാർത്ഥമായി പണിയെടുക്കും, തനിക്കൊപ്പം നിൽക്കും, പാലം വലിക്കില്ല എന്നൊക്കെ KPCC അധ്യക്ഷൻ വിചാരിക്കുന്നുവോ? മാധു, അതായത് ഇതാ കുറച്ച് വൈകിട്ടാണെങ്കിൽ കൂടി, അതായത് ഈ സ്ഥാനാർത്ഥി ചർച്ചയുടെ ഒരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ്. അദ്ദേഹം ഡൽഹിയിൽ തന്നെയാണ് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നത്. രാത്രിയും പകലും നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പേരാവൂരിൽ അദ്ദേഹം വന്നിരിക്കുന്നത്. ഇതാ റോഡ് ഷോ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ സണ്ണി ജോസഫ് MLA ഇവിടേക്ക് വരും. റോഡ് ഷോ ആരംഭിക്കും. ഷാഫി പറമ്പിൽ MP ഉണ്ടാകും. വലിയൊരു കൺവെൻഷനും ഇരിട്ടി ടൗണിലാണ്, പേരാവൂർ മണ്ഡലത്തിലെ ഇരിട്ടി ടൗണിലാണ് UDF പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നൂറുകണക്കിന് UDF പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പല ആശങ്കകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സുധാകരൻ അനുകൂലിച്ചൊക്കെ തന്നെ പേരാവൂരിൽ പോസ്റ്ററുകളും ബാനറുകളും വന്നിരുന്നു. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിന്റെ ബാനറിന് മുകളിൽ തന്നെ നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കുന്ന തരത്തിലൊക്കെ തന്നെ KS ബ്രിഗേഡിന്റെ പോസ്റ്ററൊക്കെ തന്നെ പതിപ്പിച്ചിരുന്നു. ആ ആശങ്കകളൊക്കെ തന്നെ ഒഴിഞ്ഞിരിക്കുന്നു. 2011 മുതൽ സണ്ണി ജോസഫ് MLA ആയിട്ടിരിക്കുന്ന മണ്ഡലത്തിൽ, ഹാട്രിക് തികച്ച മണ്ഡലത്തിൽ 4ാം അംഗത്തിന് വേണ്ടി സണ്ണി ജോസഫ് ഇറങ്ങുകയാണ്. പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. അല്പസമയത്തിനകം തന്നെ സണ്ണി ജോസഫ് ഇവിടേക്ക് എത്തും. അതിനുശേഷം റോഡ് ഷോ ആയിട്ട് ഇരിട്ടി ടൗണിലേക്ക് പോകും. അവിടെ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെയും കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യ ദിവസം റോഡ് ഷോ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് പേരാവൂർ മണ്ഡലവും കടക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ സണ്ണി ജോസഫ് ഈ റാലിയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണല്ലേ? വലിയ ആവേശത്തിലാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് വേണ്ടി പേരാവൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ UDFന്റെ പ്രവർത്തകന്മാർ മെയ്യും മനവും മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരാശങ്കയുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് ഇതിനു മുമ്പ് മത്സരിച്ച എല്ലാ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് വലിയ ഭൂരിപക്ഷത്തിൽ 5 അക്കം കടന്ന് വലിയ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് ഒരു സംശയം വേണ്ട. 10,000-ന് മുകളിലേക്ക് സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിക്കും. മാധു, ഇതാണ് പ്രവർത്തകർ ആവേശത്തിലാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ 3200ഓളം വോട്ടുകൾക്കാണ് വിജയിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇത്തവണ 5 അക്കം കടന്ന് 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകുന്ന പേരാവൂരിലെ നേതാക്കളൊക്കെ തന്നെ പറയുന്നു. ഏതായാലും റോഡ് ഷോ പേരാവൂർ മണ്ഡലത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സണ്ണി ജോസഫ് കണ്ണൂരിൽ വിമാനം ഇറങ്ങിയത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ റോഡ് ഷോയുടെ ഭാഗമായും ഷാഫി പറമ്പിൽ MPയും ഈ ഇരിട്ടി നഗരത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് തന്നെ UDFന്റെ കൺവെൻഷൻ നടത്തും. അടുത്ത ദിവസം തന്നെ സണ്ണി ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. മാധു, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി പേരാവൂരിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടുമെന്നുള്ള വലിയ വിശ്വാസത്തിലാണ് KPCC അധ്യക്ഷനും കോൺഗ്രസ് ആകെയും.